ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള എട്ടാമത്തെ രാജ്യമാണിത്. ഏകദേശം 170 ദശലക്ഷം ജനസംഖ്യയുള്ള ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ ഢാക്ക രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്. 1947 ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനുമായുള്ള മുസ്ലിം യൂണിയന്റെ ഭാഗമായി വിഭജിക്കപ്പെട്ടു. ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് അധികാരം കൈമാറാൻ പാകിസ്ഥാൻ സൈനിക ഭരണകൂടത്തിന്റെ വിസമ്മതം 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലേക്ക് നയിച്ചു. ഇന്ത്യയുടെ സഹായത്തോടെ മുക്തിബാഹിനി എന്ന വിജയകരമായ സായുധ വിപ്ലവം നടത്തി രക്തരൂക്ഷിതമായ ഒരു സ്വാതന്ത്ര്യ യുദ്ധത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം സ്വതന്ത്ര രാജ്യമായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 5ാമത്തെ ഭാഷയും ലോകത്തിലെ 3ാമത്തെ വലിയ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയും ദക്ഷിണേഷ്യയിലെ 2ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയുമാണ് ബംഗ്ലാദേശ്. ഈ മേഖലയിലെ 3ാമത്തെ വലിയ സൈന്യത്തെ ഇത് നിലനിർത്തുന്നു. UN സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യുന്ന രാജ്യമാണിത്. വെസ്റ്റ് മിൻസ്റ്റർ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത പാർലമെന്ററി റിപ്പബ്ലിക്കാണ് ബംഗ്ലാദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനവും ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ് നിരവധി വെല്ലുവിളികൾ നേരിടുന്നു, പ്രത്യേകിച്ച് അഴിമതി, രാഷ്ട്രീയ അസ്ഥിരത, അമിത ജനസംഖ്യ എന്നിവ. അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത്.